യഥാർത്ഥത്തിൽ പാകിസ്ഥാൻ എന്ന രാജ്യത്തെ നാശത്തിലേക്ക് നയിക്കുന്ന കാര്യമെന്നത് കടുത്ത തീവ്രവാദവും ആക്രമണങ്ങളുമാണ്. പാകിസ്ഥാൻ വളർത്തുന്ന ഭീകരവാദം യഥാർത്ഥത്തിൽ പാകിസ്ഥാനെ തന്നെ നശിപ്പിക്കുന്ന തരത്തിലേക്കുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് അവിടുത്തെ ബലൂചിസ്ഥാൻ ആർമി എന്നത്. രാജ്യം പഠിപ്പിച്ച ഭീകരവാദത്തെ അവിടെയുള്ളവർ തന്നെ പ്രയോഗിച്ചുകൊണ്ട് തുടങ്ങിയപ്പോൾ അത് പാകിസ്ഥാന് തന്നെ വലിയ തിരിച്ചടിയായി മാറിയിട്ടുമുണ്ട്. പ്രധാനപ്പെട്ട അയൽ രാജ്യങ്ങളെ ഒന്നും നയതന്ത്രപരമായി കൂടെ നിർത്താനുള്ള കഴിവ് പാകിസ്ഥാൻ ഇല്ല എന്നതും നിലനിൽക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. കഴിഞ്ഞ 1.5 വർഷത്തിനിടെ മാത്രം പാകിസ്ഥാനെ ആക്രമിച്ചത് ശരിക്കും 3 അയൽ രാജ്യങ്ങളാണ്. ആദ്യം ആക്രമിച്ചത് ഇറാനായിരുന്നു. അതിന് തൊട്ടു പിന്നാലെ അഫ്ഗാനിസ്ഥാൻ യുദ്ധത്തിനിറങ്ങി. ഇപ്പോൾ ഇന്ത്യയും യുദ്ധത്തിന് ഇറങ്ങിയിരിക്കുകയാണ്. പാകിസ്ഥാനിൽ നിന്നുള്ള തീവ്രവാദി ആക്രമണങ്ങൾ വർദ്ധിച്ചതാണ് ശരിക്കും ഈ രാജ്യങ്ങളെയും പ്രകോപിപ്പിച്ചത്. ഇറാനും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം വളരെ കാലമായി സങ്കീർണമായിട്ടാണ് നിലനിൽക്കുന്നത്. സഹകരണത്തിന്റെയും പിരിമുറുക്കത്തിന്റെയും കാലഘട്ടത്തിലൂടെയാണ് ഈ രാജ്യങ്ങൾ കടന്നു വന്നിരുന്നത്. 2024 ജനുവരിയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള അതിർത്തി കടന്നുള്ള സൈനിക ആക്രമണങ്ങളുടെ തോത് വർദ്ധിക്കുകയും ചെയ്തു. 1980കളിലെ സോവിയറ്റ് അഫ്ഗാൻ യുദ്ധകാലത്ത് പാകിസ്ഥാൻ രഹസ്യാന്വേഷണ ഏജൻസിയായ ഇന്റർ സർവീസസ് ഇന്റലിജൻസിൽ നിന്ന് മുൻപ് പിന്തുണ ലഭിച്ചുകൊണ്ടിരുന്ന ജിഹാദി ഘടകങ്ങളെ പാകിസ്ഥാൻ രാജ്യത്ത് ഉൾക്കൊള്ളിക്കുകയായിരുന്നു ചെയ്തിരുന്നത്. കാലക്രമേണ ഈ ജിഹാദി ഗ്രൂപ്പുകളിൽ ചിലത് വിശാലമായ അജണ്ടകളുള്ള സ്ഥാപനങ്ങളായി രൂപാന്തരപ്പെടുകയും ചെയ്തു. അവരുടെ പ്രവർത്തനങ്ങൾ പ്രാദേശിക സംഘർഷങ്ങൾക്കപ്പുറത്തേക്കാണ് കൂടുതലും വ്യാപിച്ചത്. ഇറാനിലെയും പാകിസ്ഥാനിലെയും പ്രദേശങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു സ്വതന്ത്ര ബലൂച്ച് രാഷ്ട്രമാണ് യഥാർത്ഥത്തിൽ ജെയ്ഷ് അൽ അതിൽ കൂടുതലും വിഭാവനം ചെയ്യുന്നത്. ബലൂച്ച് ജനത നേരിടുന്ന പ്രശ്നങ്ങൾക്ക് ഇറാനിയൻ സർക്കാരിനെ അടിച്ചമർത്തുന്നവരായും ഉത്തരവാദികളായും ജെയ്ഷെ അൽ അത് കണ്ടു തുടങ്ങിയിരുന്നു. ഇന്ത്യയുമായുള്ള ഇറാന്റെ സാമ്പത്തിക സഹകരണം യഥാർത്ഥത്തിൽ ദുർബലപ്പെടുത്തുക, അതുപോലെ അഫ്ഗാനിസ്ഥാനിൽ ഇറാന്റെ സ്വാധീനം കുറയ്ക്കുക തുടങ്ങിയ പ്രാദേശിക വിഷയങ്ങളിൽ ഇറാനിൽ സമ്മർദ്ദം ചെലുത്താനും പാകിസ്ഥാൻ ഇതുവരെ പ്രയോജനപ്പെടുത്തിയെന്നും വീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ അതിർത്തി കടന്ന് വ്യാപിക്കാൻ തുടങ്ങിയ ഈ സംഘർഷങ്ങൾ അതിര് കടന്നതിന് ശേഷം ഈ അടുത്തുണ്ടായ അയൽ രാജ്യങ്ങളുടെ പ്രഹരങ്ങളിൽ ആദ്യത്തേത് ഇറാന്റെ കൂടെ 2024 ജനുവരി 16 പാകിസ്ഥാന് കിട്ടിയിരുന്നു. ജെയ്ഷ് അൽ അദ് വിമത ഗ്രൂപ്പിന്റെ ഒളിത്താവളങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ട് ഇറാൻ പാകിസ്ഥാനിലെ ബലൂചിസ്ഥാൻ പ്രവേശിയിലേക്ക് മിസൈൽ കൂടുതലും ആക്രമണങ്ങൾ നടത്തുകയും ചെയ്തു. ബലൂചിസ്ഥാൻ പ്രവേശിയിലായിരുന്നു കൂടുതലും വ്യോമാക്രമണം നടന്നത്. അതുപോലെ ദീർഘ മധ്യദൂര മിസൈലുകളും ഡ്രോണുകളും അടക്കം പ്രയോഗിച്ചുകൊണ്ടായിരുന്നു ഈ ആക്രമണങ്ങൾ കൂടുതലും. അന്നത്തെ ആക്രമണത്തിൽ 10ലേറെ പേർ മരിക്കുകയും ചെയ്തു. മാത്രമല്ല നിരവധി കെട്ടിടങ്ങൾ തകരുകയും ചെയ്യുകയുണ്ടായി. അതിനുശേഷം പാകിസ്ഥാന്റെയും ഇറാന്റെയും അടുത്ത സഖ്യകക്ഷിയായ ചൈന സൈനിക നടപടിക്ക് ശേഷം ഇരു രാജ്യങ്ങൾക്കുമിടയിൽ മധ്യസ്ഥത വഹിക്കാൻ തയ്യാറാണെന്നും പറഞ്ഞ് രംഗത്ത് വരികയുണ്ടായി. ഇറാന്റെ ആക്രമണം നടന്ന് നടുനിവർത്താനുള്ള സമയം പോലും പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ഒരിക്കലും കൊടുത്തിരുന്നുമില്ല. അതിർത്തി കടന്നുള്ള വ്യോമാക്രമണങ്ങളും അതുപോലെ വെടിവയ്പ്പുകളും അടങ്ങുന്ന തുടർച്ചയായ സായുധ ഏറ്റുമുട്ടലുകളുടെ ഒരു പരമ്പരയായിരുന്നു ശരിക്കും 2024 അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ ഏറ്റുമുട്ടലുകൾ എന്നത്. അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ വീണ്ടും അധികാരത്തിൽ വന്നതിന് ശേഷം പാകിസ്ഥാൻ ഒന്ന് സന്തോഷിക്കുകയും ചെയ്തിരുന്നു. രണ്ടാം താലിബാൻ ഭരണത്തിൽ പാകിസ്ഥാനോടുള്ള നിലപാട് ശരിക്കും നല്ലതായിരുന്നില്ല. അഫ്ഗാൻ അഭയാർത്ഥികൾക്കുമേൽ പാകിസ്ഥാൻ നടത്തിയ നടപടികളാണ് യഥാർത്ഥത്തിൽ ബന്ധം വഷളാക്കാൻ നിലനിൽക്കുന്ന പ്രധാന കാരണവും. 2025 തുടങ്ങിയപ്പോഴും ഇരു കൂട്ടരും തമ്മിലുള്ള പ്രശ്നങ്ങൾ തുടരുകയായിരുന്നു. ഫെബ്രുവരി 3 മുതൽ ഹെൽമണ്ട് പ്രവേശിലെ ബഹ്റാം ചാ ജില്ലയിൽ പാകിസ്ഥാൻ അഫ്ഗാൻ സേനകൾ തമ്മിൽ ഇടയ്ക്കിടെ ചെറിയ തോതിലുള്ള ഏറ്റുമുട്ടലുകളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല 2025 മാർച്ച് 2-3 തീയതികളിൽ പാകിസ്ഥാന്റെ ഫ്രോഡിയർ കോപ്സും അഫ്ഗാനിസ്ഥാന്റെ താലിബാൻ അതിർത്തി കാവൽക്കാരും തമ്മിൽ വെടിവയ്പും നടന്നു. ഇതിനെ തുടർന്ന് ആ ബന്ധം ഏറെക്കുറെ തകർന്നു. ഈ സാഹചര്യത്തിൽ തന്നെ ഇങ്ങോട്ടൊരു ആക്രമണവുമായി ഇന്ത്യയിലേക്ക് വരാനുള്ള പാകിസ്ഥാന്റെ ധൈര്യം യഥാർത്ഥത്തിൽ മണ്ടത്തരമായെന്ന കാര്യം പാകിസ്ഥാൻ ഒഴികെ ബാക്കി ലോകരാജ്യങ്ങൾക്കൊക്കെ മനസ്സിലായി തുടങ്ങുകയും ചെയ്തു. പക്ഷെ പണ്ട് മുതലേ സംഘർഷത്തിന്റെ ചരിത്രം മാത്രമാണ് യഥാർത്ഥത്തിൽ ഇന്ത്യ പാക് ബന്ധത്തിൽ നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി ഇരു രാജ്യങ്ങളും തമ്മിൽ കൂടുതൽ വിള്ളലൊന്നും ഉണ്ടാവാനുമില്ല. ഒരു പ്രകോപനം മാത്രമായിരുന്നില്ല ശരിക്കും ഏപ്രിൽ 22 പഹൽഗാമിൽ പാകിസ്ഥാൻ നടത്തിയത്. ഇന്ത്യയെ കാര്യമായി പ്രകോപിപ്പിച്ച പാകിസ്ഥാന് നൽകിയ കൃത്യമായ മറുപടിയായിരുന്നു മെയ് 7 നടത്തിയ ഓപ്പറേഷൻ സിന്ദൂർ എന്നത്. അതിന് മറുപടിയായി പാകിസ്ഥാൻ ഇനിയും ഇന്ത്യയിലേക്ക് എത്തിയാൽ സംഘർഷം ഏത് തരത്തിലേക്ക് നീങ്ങും എന്നത് പറയാൻ ഒരിക്കലും കഴിയുകയുമില്ല. പക്ഷെ നിലവിലെ സംഘർഷങ്ങൾ ഒരു ഭീകരമായ യുദ്ധ സാഹചര്യത്തിലേക്ക് പോകുകയാണെങ്കിൽ അത് ആഗോളതലത്തിൽ തന്നെ പ്രത്യാഘാതങ്ങൾ വളരെയധികം സൃഷ്ടിക്കാനുള്ള സാധ്യതയുമുണ്ട്. റഷ്യ, യുക്രൈൻ, ഇസ്രയേൽ, ഗാസ തുടങ്ങിയ വലിയ യുദ്ധ സാഹചര്യങ്ങൾ നേരിട്ട ലോകത്തിന് ഇനി ഒരു വലിയ സംഘർഷം കൂടി താങ്ങാനാകില്ല എന്നതും നിലനിൽക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. പാകിസ്ഥാന് കനത്ത തിരിച്ചടിയാണ് ഇന്ത്യ നിലവിൽ നടത്തിയിരിക്കുന്നത്. ഓപ്പറേഷൻ സിന്ദൂർ എന്നാണ് ഈ തിരിച്ചടിക്ക് നൽകിയിരിക്കുന്ന പേരും. പഹൽഗാം ഭീകരാക്രമണത്തിന് കനത്ത തിരിച്ചടിയായി ഇന്ത്യ നടത്തിയ സൈനിക നടപടിയിൽ കൊടും ഭീകരൻ മസൂദ് അസ്ഹറിന്റെ വീടും തകർത്തതായ തരത്തിലും റിപ്പോർട്ടുകൾ വന്നിരുന്നു. പാകിസ്ഥാനിലെ ബഹവൽപൂരിലെ ജെയ്ഷെ മുഹമ്മദ് ആസ്ഥാനത്ത് നടത്തിയ ഇന്ത്യൻ ആക്രമണത്തിലാണ്
കൊടും കുറ്റവാളിയുടെ വീട് പ്രധാനമായിട്ടും തകർന്നതും. ഇന്ത്യൻ സേനകളുടെ ആക്രമണത്തിൽ മസൂദ് അസ്ഹറിന്റെ മൂത്ത സഹോദരി ഉൾപ്പെടെയുള്ള 14 കുടുംബാംഗങ്ങളും കൊല്ലപ്പെട്ടതായിട്ടാണ് വിവിധ പാക് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. കൂടാതെ 10 പേർ മസൂദിന്റെ കുടുംബത്തിൽ ഉൾപ്പെടുന്നവരാണെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകളെല്ലാം സൂചിപ്പിക്കുന്നത്. എക്സ് ഉൾപ്പെടെയുള്ള സമൂഹ മാധ്യമങ്ങളാണ് കൂടുതലും ജെയ്ഷെ മുഹമ്മദുമായി ബന്ധപ്പെട്ടവർ ഇത്തരം വിവരങ്ങൾ കൂടുതലും പങ്കുവയ്ക്കുന്നത്. അതേസമയം തന്നെ മസൂദ് അസ്ഹർ എവിടെയാണെന്നതിൽ ഇതുവരെ വിവരങ്ങളൊന്നുമില്ല എന്ന് വിവിധ റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നുമുണ്ട്. കൂടാതെ ഇത് സംബന്ധിച്ചുകൊണ്ടുള്ള ഔദ്യോഗിക വിവരങ്ങളോ മറ്റ് പ്രതികരണങ്ങളോ നിലവിൽ ലഭ്യമായിട്ടുമില്ല. പഹൽഗാം ഭീകരാക്രമണത്തിന് തിരിച്ചടിയായിട്ടായിരുന്നു ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിൽ ആക്രമണം നടത്തിയിരുന്നത്. മെയ് 7-ാം തീയതി പുലർച്ചെയായിരുന്നു വ്യോമക്കര നാവികസേനകൾ സംയുക്തമായി നടത്തിയ ഓപ്പറേഷൻ നടന്നതും. പാകിസ്ഥാനിലെ 9 ഭീകര കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ടായിരുന്നു പ്രധാനമായിട്ടും ഈ ഓപ്പറേഷൻ നടന്നത്. പാക് ഭീകര സംഘടനകളായ ജെയ്ഷെ മുഹമ്മദ്, ലഷ്കർ-ഇ-തോയ്ബ, ഹിസ്ബുള്ള, മുജാഹിദ്ദീൻ തുടങ്ങിയവരുടെ പ്രധാന താവളങ്ങളെല്ലാം ഇന്ത്യൻ ആക്രമണത്തിൽ തകർത്തതായിട്ടും റിപ്പോർട്ടുകൾ പുറത്തുവരികയുണ്ടായി. മാത്രമല്ല, ഇന്ത്യയുടെ സംയുക്ത ഓപ്പറേഷനിൽ 70 പാകിസ്ഥാൻ ഭീകരർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകളും നിലനിൽക്കുന്നുണ്ട്. പാകിസ്ഥാനിലെ 9 ഭീകര കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ടായിരുന്നു ഇന്ത്യയുടെ ഈ വൻ തിരിച്ചടി. കൂടാതെ 32 പേരായിരുന്നു ഈ ആക്രമണത്തിൽ പ്രധാനമായിട്ടും കൊല്ലപ്പെട്ടതെന്ന് പാക് മാധ്യമങ്ങളെല്ലാം തന്നെ റിപ്പോർട്ടും ചെയ്തു.